നമ്മൾ എന്താ കാണാൻ പോകുന്നത് അറിയോ? കുറച്ച് നല്ല ലിപ് ബാമുകളും അതേപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ. ലിപ്സൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നില്ലേ? ലിപ്സും അതേപോലെ തന്നെ സ്കിന്നൊക്കെ നന്നായിട്ട് തന്നെ എൻ്റെതും ഡ്രൈ ആവുന്നുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പം നമ്മൾ എന്തായാലും ഈ ഒരു ടൈമിൽ മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ലിപ് ബാമൊക്കെ യൂസ് ചെയ്യണേ. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് ലിപ് ബാമും ലിപ്സ്റ്റിക്കും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടിൻ്റുള്ള ലിപ്സ്റ്റിക്കാണ് ലിപ് ബാമൊക്കെയാണ് നോക്കണമെങ്കിൽ ഇത് നമ്മളെ വിഷ് കെയറിൻ്റെ സെറാമൈഡ് ലിപ് ബാമാണ്. ടിൻറ്റഡ് ലിപ് ബാമാണ് കേട്ടോ. അപ്പം ഇത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് ഇതേപോലെ ഭയങ്കര ഡ്രൈ ലിപ്സ് ഒക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ നല്ലതാണ്. അതേപോലെ തന്നെ ഇതിൽ കളറും വരുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടണമെന്നില്ല. ഒരുപാട് കളറില്ല, ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാവും കേട്ടോ. ഇതിൽ SPF 50 വരുന്നുണ്ട്. അതേപോലെ തന്നെ PA+++. ലിപ്സിനെ ലൈറ്റൈൻ ചെയ്യിക്കാനും അതേപോലെ തന്നെ നമ്മൾ ലിപ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ ഒരു കളറുണ്ട് കേട്ടോ, ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാവും. ചെറിയൊരു ലൈറ്റ് ഷെയ്ഡായിരിക്കും നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ പകൽ യൂസ് ചെയ്താൽ മതി കേട്ടോ, ടിൻ്റുള്ളതും കൊണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടിൻ്റൊന്നും ഇല്ലാത്ത രാത്രിക്ക് നമുക്ക് ടിൻ്റുള്ള ആവശ്യമില്ലല്ലോ, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇത്. അതായത് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ SPF 30 വരുന്ന ഒരു ലിപ് ബാം തന്നെയാണ്. ഇതും SPF ഉള്ളതും കൊണ്ട് രാത്രി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, പകലാണെങ്കിലും കുഴപ്പമില്ല. ബ്രൈറ്റനിങ് ലിപ് ബാം ആണ്, ബ്രോഡ് സ്പെക്ട്രം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതും വെയിലത്ത് യൂസ് ചെയ്യുന്നതല്ല കേട്ടോ. നമുക്ക് ആ ഒരു സണ്ണിൽ പ്രൊട്ടക്ഷൻ കിട്ടാനൊക്കെ ഈ ഒരു ലിപ് ബാം നല്ല തന്നെയാണ്. ഇതിന് കളർ ഉണ്ടാവില്ല, കണ്ടോ, ഇതേപോലത്തെ ഒരു ലൈറ്റ് വെച്ചാൽ നമ്മളെ വൈറ്റ് കളറിലായിരിക്കും ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ഇതിൻ്റെ സ്മെല്ലിലേക്ക് വലിച്ചലാം. പക്ഷെ നല്ല ലിപ് ബാമാണ്, നല്ല ലിപ്സൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമുക്ക് ഭയങ്കര വലിഞ്ഞിരിക്കുകയാണെങ്കിൽ യൂസ് ചെയ്യുമ്പം നന്നായിട്ടിരിക്കും. പിന്നെ അതേപോലെ തന്നെ അടുത്തതാണ് ഈ ഒരു വിഷ് കെയറിൻ്റെ കേട്ടോ. വിഷ് കെയറിൻ്റെ സെറാമൈഡ് ലിപ് ബാം തന്നെയാണ്, നാച്ചുറൽ. അതേപോലെ തന്നെ സെറാമൈഡ്സ്, കോജിക് ആസിഡ്, നൈസിനമൈഡ്, കൊക്കോ ബട്ടറൊക്കെയാണ് ഇതിൽ വരുന്നത്. SPF 50 ഉണ്ട്, PA+++. ഇതും ലൈറ്റൻ ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. രണ്ട് വിഷ് കെയറിൻ്റെ തന്നെയല്ലേ? യെസ്, ഇത് നമ്മളെ ടിൻ്റ് വരുന്നത്. ഇത് നമുക്ക് ടിൻ്റ് ഇല്ലാണ്ട് വരുന്നതാണ് കേട്ടോ. അപ്പം ഇത് നല്ല തന്നെയാണ്. ഇതാണ് കുറച്ചും കൂടെ നാച്ചുറൽ സൈഡിലേക്ക് നോക്കുമ്പോൾ വരുന്നത്. അപ്പം കുറച്ചും കൂടെ ഡാർക്ക് കളർ വേണം, നന്നായിട്ടൊരു കളർ വേണം എന്നൊക്കെ ആണെങ്കിൽ ഇത് നമ്മളുടെ ഷുഗറിൻ്റെ ആണ് കേട്ടോ. ഇതിൽ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല. ഇത് 02 എന്നുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇതാ ഇതേപോലെ നല്ല ടിൻ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ലിപ്സിലിട്ടാലും അത്യാവശ്യം നല്ല രീതിയിൽ ടിൻ്റ് വരുന്ന ഒരു ലിപ് ബാമാണ് ഇത്. എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക്, ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ലിപ് ലൈനർ കോംബോ നോക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളത്, എത്ര മേടിച്ചാലും തീരുമ്പോൾ ഞാൻ വീണ്ടും വരുന്നൊരു ലിപ്സ്റ്റിക്കാണ് ഈ ഒരു ഷുഗറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബേജ് ടർണർ, ഈ ഒരു ബേജ് ടർണറും അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സ്വിസ് ബ്യൂട്ടീൻ്റെ ഈ ഒരു ബോൾഡ് മാറ്റ് ലിപ് ലൈനർ ഉണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്കൊന്ന് ബ്രൗൺ ആണ്, ചെറിയ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് 06. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ഇത്. ഇടുന്ന സമയത്ത് ഭയങ്കര ഫ്രഷ് ലുക്കാണ്, ഓവർ ഇട്ട ലുക്ക് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. പക്ഷേ ലിപ്സിലുണ്ട് എന്ന് അറിയാം, അങ്ങനത്തെ ഒരു ലിപ് കോംബോ നല്ല ഭംഗിയാണ്. ഇത് ഈ ഒരു സംഭവം, ഈ രണ്ടും കൂടെ വരുമ്പം സൂപ്പറാണ്. ഇനി തെച്ചാലും മച്ചാലും പോവാത്തത് ചുണ്ടിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണം, ഭയങ്കര ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് നമ്മുടെ ഈ ഒരു മെബലൈൻ ന്യൂയോർക്കിൻ്റെ ഈ സൂപ്പർ സ്റ്റേ വിനൈൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഒരുപാട് നേരം കുറേ യൂസ് ചെയ്ത് തീർന്നു. ഒരുപാട് നേരം ലിപ്സിൽ അങ്ങനെ നിൽക്കും കേട്ടോ. നമ്മൾ നൈറ്റിലൊക്കെ നല്ലോണം ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ അത് പോവുക കേട്ടോ. അപ്പം എന്താ പറയുക, അങ്ങനെ നമ്മുടെ ലിപ്സിൽ ഇരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഇതെന്ന് പറയണത്. പിന്നെ ഇത് വന്നിട്ട് നമ്മളുടെ ഷുഗറിൻ്റെ തന്നെയാണ്. ഷുഗറിൻ്റെ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഞാൻ ദൂരെ ഇരിക്കുന്നതുകൊണ്ട് കാണുന്നുണ്ടോ, ഇതേപോലെ ഒരു ഷെയ്ഡാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഇത് കണ്ടില്ല, ഷുഗറിൻ്റെ നമ്മളെ ലിപ്സിൽ അപ്ലൈ ചെയ്തത്. ഇത് ഷുഗറിൻ്റെ 50 സാൽമൺ റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. കണ്ടോ, എല്ലാം ഒരുപാട് കുത്തിക്കണ കളറായിരിക്കില്ല കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനതൊക്കെ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്കിനി പുതിയ വീഡിയോസ് ആയിട്ട് വരുന്ന ദിവസങ്ങൾ കാണാം. ബൈ.